അതായത് ദിയാകൃഷ്ണന്റെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരാളെ നമ്മൾ തനിമലയാളിന്റെ പ്രസവമാണെന്ന്. അതായത് പെയിന് ഓവർ ആണ്, സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു ഇഞ്ചക്ഷന് നടപടിയിലേക്ക് പോകുന്നു ഒരു മുൻകൂട്ടി സൂചന തന്നിട്ടുണ്ടായിരുന്നു. ഹലോ, ഒരു പുതിയ ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ ദിയാകൃഷ്ണയ്ക്ക് ശേഷം എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അടുത്ത ഡെലിവറി സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ സമയം ഒരു 12 ആ ടൈമിലാണ് സംഭവിച്ചിട്ടുള്ളത്. ആയിരുന്നെന്നറിയോ? അതെ, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ നമ്മളെ തനി മലയാളി. എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും ഡെലിവറി ഡേറ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പേ ആണ് ഇത് ഡെലിവറി, നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഡെലിവറി. ഇന്നലെ റീസെൻ്റായിട്ട് വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കെയർ ചെയ്യാനായിട്ട് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീ പാർട്ടിയൊക്കെ ഉള്ള ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വീഡിയോ. നമ്മളെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കി അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ കാണാൻ എന്ത് ഭംഗിയാ അറിയോ. എല്ലാവരും അയ്യോ അച്ഛനമ്മയും വന്നല്ലേ, സമാധാനമായി. ഞങ്ങളൊക്കെ ടെൻഷനായി, അച്ഛനമ്മയും വരുന്നതിന് മുമ്പ് അങ്ങനെ ഡെലിവറി ആയോ എന്ന്. ഇനി ധൈര്യമായിട്ട് പ്രസവിച്ചോളൂ, അച്ഛനമ്മയും വന്നല്ലോ. ലൈക്ക് അങ്ങനത്തെ ഒരുപാട് നല്ല കമൻറ്റ് സെക്ഷൻ കേട്ടോ. എപ്പോഴും പോലെ കമൻറ്റ് സെക്ഷൻ കാണുമ്പോൾ നല്ല അടിപൊളി ആവലുണ്ട് കേട്ടോ. പിന്നെ തനിമലയാളി എന്ന് പറയുമ്പോൾ 5-6 വർഷമായിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ വീട്ടിലെ കുട്ടീനെ പോലെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസവാർത്ത അറിഞ്ഞപ്പോൾ തനിമലയാളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ അങ്ങോട്ട് വാത്തൊരാൾ സംസാരിച്ചു പോയി, സോറി. ആ കുട്ടീനെ കുറിച്ചിട്ടുള്ള പറഞ്ഞത്, കുട്ടീൻ്റെ നെയിം എടുത്തിട്ടുള്ള യുവാനാണ് കേട്ടോ. നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് നെയിം അല്ലേ, നല്ല വേണ്ടത്. ഐഷു ജെൻഡർ റിവീൽ ചെയ്തത് തെറ്റിയിട്ടില്ല, ആൺകുട്ടി തന്നെയാണ് കേട്ടോ. ആ ജെൻഡർ റിവീൽ ചെയ്തതിൻ്റെ താഴെ ഫുള്ള് കമൻറ്റ്സ് ഇത് ശരിയാവോ, ഒരുപാട് ആൾക്കാരെ അങ്ങനെ തെറ്റിപ്പോയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ്. എന്തായാലും വന്നിട്ട് കണ്ടറിയാന്നായിരുന്നു അശ്വിൻ്റെ മറുപടി. അതുപോലെ തന്നെ ആൺകുട്ടി തന്നെയാണ്, തെറ്റിയിട്ടില്ല, കറക്റ്റ് ആയിരുന്നു. ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൺകുട്ടി തന്നെയാണ്. അന്നത്തെ സെറിമണി കാര്യങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെയൊരു പോസ്റ്റ് സ്റ്റോറി ഇട്ടിട്ടാണ് ആദ്യം നമ്മൾ ഡെലിവറി ന്യൂസ് എല്ലാവരും തനിമലയാളി അറിയിച്ചിട്ടുള്ളത്. അതായത് യുവാനാണ് നെയിം ചെയ്തിട്ടുള്ളത്. 17/2025, 2.4 kg ആണ് വെയിറ്റ്. യുവാൻ വിഷ്ണു, അതാണ് ഫുൾ നെയിം കേട്ടോ, യുവാൻ വിഷ്ണു. നല്ലൊരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് നെയിം അല്ലേ. അങ്ങനെ എനിവേ ഐഷു വിഷ്ണു ഒരുപാട് സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഐഷു ഡെലിവറിക്ക് പോകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ഡേ ടു ഡേറ്റ് നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര ആകാംക്ഷയാണ്. നമുക്ക് പ്രസവ വീഡിയോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ദിയാകൃഷ്ണ വീഡിയോ പോലെ ഒരു വൈറൽ സംഭവമായി മാറുമോ, അതോ സിമ്പിളായിട്ട് അത് പുറത്ത് വിടാതെ അതുപോലെ പേഴ്സണലാക്കി വെക്കുമോ, നമുക്ക് ഏതായാലും കണ്ടറിയണം. എന്നാലും ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ, എന്താണ് ചെയ്യണമെന്നൊക്കെ. അതിനൊരു മനോഹരമായിട്ടുള്ള മറുപടിയാണ്. അതായത് ഇതുവരെ എപ്പിഡ്യൂറൽ എടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, പക്ഷെങ്കിൽ എടുത്തുകൂടായികയില്ല. എൻ്റെ ചുറ്റും നിൽക്കുന്ന ഫ്രണ്ട്സ്, അമ്മു ചേച്ചി, ലൈക്ക് അവരെല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ടാണ് ചെയ്തു തരുന്നത്. അതായത് പ്രസവവേദന നമുക്ക് അനുകൂലം സഹിക്കാൻ പറ്റും, യു ക്യാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോസിറ്റീവായിട്ട് ആണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്കും അത് സഹിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് ലാസ്റ്റായിട്ട് തനിമലയാളി Q&Aയിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് കണ്ടറിയാം. അതായത് പെയിന് ഓവർ ആണ്, സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു ഇഞ്ചക്ഷന് നടപടിയിലേക്ക് പോകുന്നു ഒരു മുൻകൂട്ടി സൂചന തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ബാക്കി റിവീലിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അതായത് ഇനി പ്രസവ വീഡിയോ വന്നാലും ഇല്ലെങ്കിലും, അതായത് ബേബിനെ ഫസ്റ്റ് കാണുന്ന മൊമെൻറ്റ്സ് വിഷ്ണു അത് എടുക്കണു, അമ്മയും അച്ഛനും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മൂമെൻറ്റ്സ് എല്ലാം നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് തനിമലയാളി. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയായിട്ട് ഇങ്ങനെ എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദിയാകൃഷ്ണ പ്രസവം നമ്മളെ നാട്ടിലായിട്ട് തന്നെ ഇത്ര നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പുറത്ത് വിദേശ രാജ്യത്ത്, അതായത് ഒരു മോഡേൺ രാജ്യത്താവുമ്പോൾ എന്തായാലും അതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തനി മലയാളിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ ഫ്രണ്ട്സ് ഗ്യാങ് അത്ര അടിപൊളിയാണ്. അപ്പോൾ ബേബി നൈറ്റ് വരുമ്പോൾ ആ റൂമും കാര്യങ്ങളും എല്ലാം കാണാൻ എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ നേരം വെളുക്കുമ്പോഴുള്ള മെയിൻ ടോപ്പിക്കായിട്ട് തന്നെ തനി മലയാളിയുടെ പ്രസവം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇന്ന് ദിയാകൃഷ്ണൻ്റെ പ്രസവം, അതായത് അത്രയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദിയാകൃഷ്ണൻ്റെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരാളെ നമ്മൾ തനിമലയാളിൻ്റെ പ്രസവമാണെന്ന്. ലാസ്റ്റ് പങ്കുവെച്ച വീഡിയോ തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തൊക്കെ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്, അമ്മനെയും അച്ഛനെയും കൊണ്ടുവരാൻ ഞാൻ നേരം വൈകിയോ, ലൈക്ക് അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് ആശ്വാസമായി, അവരെത്തിയാലോ, ഇനി എനിക്ക് എന്താണ് പ്രസവവേദന തുടങ്ങാം. ലൈക്ക് അങ്ങനെ തന്നെ 37 നല്ല കോൺഫിഡൻ്റ് ആണ്, തനിമലയാളിയെ നല്ല കോൺഫിഡൻറ്റ്
തനി മലയാളി നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. ഇനി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം അല്ലേ. ഏതായാലും പുറത്തുള്ള രാജ്യത്തെ ഒരു പ്രസവത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് ഇഷ്ടമുള്ള പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു തനിമലയിലെ തേർഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി എപ്പോഴും വേണമെങ്കിലും പ്രസവം വരാം, അങ്ങനെയാണല്ലോ നമ്മൾ വെയിറ്റ് ചെയ്യണത്. അങ്ങനെയായിരുന്നു. ആ ലാസ്റ്റത്തെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു. അതുപോലെ തന്നെ വീഡിയോസൊക്കെ, അതായത് ഓരോ അപ്ഡേഷനും ഓരോ പുതു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രസവ ജേണി എത്രത്തോളം മനോഹരമാക്കാന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരാളാണ് കേട്ടോ തനി മലയാളി. എനിക്ക് തോന്നുന്നത് ദിയാകൃഷ്ണന്റെ പ്രസവ വീഡിയോസൊക്കെ നമ്മൾ അത്രത്തോളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ തനി മലയാളി ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണോണ്ട് തന്നെ നമ്മൾക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു കേട്ടോ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ പർച്ചേസ് ചെയ്യണം, ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം പർച്ചേസ് ചെയ്തൊക്കെ നമ്മളോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ടാണ്. ശരിക്കും നമ്മളെ ഒരു വീട്ടുകാരായിട്ട് തന്നെയാണ് തനി മലയാളം കൂട്ടിയിട്ടുള്ളത്. സോ കുഞ്ഞിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. കൂടുതൽ വിവരങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ദിയാകൃഷ്ണ പ്രസവം പോലെ തന്നെ നാളെ തനി മലയാളി പ്രസവം ഒരു ചർച്ചയാവോ? എന്തായാലും നമുക്ക് കണ്ടറിയാം.